നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരച്ചിൽ സമരത്തിലൂടെ തലസ്ഥാന നഗരിയെ അമ്പരിപ്പിച്ച കാസർഗോഡ് നിന്ന് വ്യത്യസ്തമായൊരു സമരമുറ കൂടി. ബജറ്റിൽ മെഡിക്കൽ കോളേജിന് ഫണ്ട് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് GHM കൂട്ടായ്മയുടെ ഭിക്ഷയെടുക്കൽ സമരം. നീതി നിർവഹണം നടപ്പാക്കുന്നതോടൊപ്പം മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് കാസർഗോഡ് ജില്ലാ പോലീസ് നേതൃത്വം. സൗജന്യ PSC കോച്ചിംഗ് അടക്കം നിരവധി പദ്ധതികളുമായി ജില്ലയിൽ പോലീസിന്റെ ജനകീയ മുഖം. കാസർഗോഡിന്റെ കിഴക്കൻ മേഖലയിൽ കാട്ടുതീ പടരുന്നു. രൂക്ഷമായ വരൾച്ചയിൽ കോടികളുടെ കൃഷിനാശം. വന്യജീവികൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങുമെന്നും ഭീതി. നഗരത്തെ നടുക്കി വീണ്ടും വാഹനാപകടം. ഉപ്പളയിൽ നടന്ന വാഹനാപകടത്തിൽ ആലമ്പാടി സ്വദേശി അബ്ദുൾ റസാഖ് മരണപ്പെട്ടു. പാസ്പോർട്ട് ഓഫീസ് സ്വപ്ന പദ്ധതിയായി ഒതുങ്ങുമോ? മാർച്ച് 8-ന് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിനൊരുങ്ങി പ്രവാസി സംഘം. ബജറ്റിൽ അർഹിച്ച പരിഗണന നേടി തൃക്കരിപ്പൂർ. തീരദേശ ഹൈവേയിൽ പ്രാധാന്യം ലഭിച്ചുവെന്ന് M. രാജഗോപാലൻ MLA. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം അസ്തമിക്കുന്നു എന്ന് തോന്നിപ്പിക്കും വിധം അധികൃതർ തുടരുന്ന അനാസ്ഥയ്ക്കെതിരെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉയരുന്നു. ഭിക്ഷയെടുക്കൽ സമരം നടത്തി സ്വരൂപിച്ച പണം ധനമന്ത്രിക്ക് അയച്ചുകൊടുത്താണ് GHM കൂട്ടായ്മ അവരുടെ പ്രതിഷേധ സമരത്തിന് തുടക്കം കുറിച്ചത്. കാസർഗോഡുകാരുടെ സ്വപ്ന പദ്ധതിയായ സർക്കാർ മെഡിക്കൽ കോളേജിനെ അവഗണിക്കുന്നത് ജനങ്ങളിൽ പ്രതിഷേധമുയർത്തിയ സാഹചര്യത്തിലാണ് പുതിയൊരു സമരമുറയുമായി GHM കൂട്ടായ്മ രംഗത്തെത്തിയത്. കഴിഞ്ഞ UDF സർക്കാർ അനുവദിച്ച ഫണ്ടിൽ ടെൻഡർ നടപടികളും വൈകിപ്പിക്കുകയാണെന്നാണ് ആക്ഷേപം. അതിന്റെ തുടർച്ചയെന്നോണം ഇത്തവണത്തെ ബജറ്റിലും മെഡിക്കൽ കോളേജിനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. വികസന പാക്കേജിലെ വിവിധ പദ്ധതികൾക്കായി 90 കോടി രൂപ കാസർഗോഡിന് അനുവദിച്ചത് അഭിനന്ദനാർഹമാണ്. എന്നാൽ ഇതിന്റെയൊക്കെ പ്രയോജനം കാസർഗോഡുകാർക്ക് പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഭിക്ഷാടന സമരമുറയുമായി GHM രംഗത്തെത്തിയത്. കേരളത്തിൽ കാസർഗോഡ് തരാൻ ഫണ്ടില്ല. മെഡിക്കൽ കോളേജിലേക്ക് സംഭാവന, മെഡിക്കൽ കോളേജിലേക്ക് സംഭാവന, സംഭാവന. കാസർഗോഡിലേക്ക് ഫണ്ടില്ലല്ലോ, കാസർഗോഡിലേക്ക് ഫണ്ടില്ലല്ലോ. സംഭാവന, സംഭാവന, മെഡിക്കൽ കോളേജിലെ സംഭാവന. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ഭിക്ഷാടന സമരത്തിന്റെ ഫണ്ട് ധനമന്ത്രിക്ക് അയച്ചു കൊടുക്കാനാണ് GHMന്റെ തീരുമാനം. പൊതുജനത്തിനും പോലീസിനുമിടയിലുള്ള അകലം കുറച്ച് ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ സൗജന്യ PSC പരിശീലന ക്ലാസ്. ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ ക്ലബ്ബുകളുടെ കൂട്ടായ്മയായ സഹൃദയയുടെ സഹകരണത്തോടെയാണ് സൗജന്യ PSC ക്ലാസും മറ്റു പദ്ധതികളും ഒരുക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 11-നാണ് കാസർഗോഡ് ജില്ലാ പോലീസിന്റെയും ക്ലബ്ബുകളുടെയും കൂട്ടായ്മയായ സഹൃദയയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമായി സൗജന്യ PSC കോച്ചിംഗ് ക്ലാസുകൾ ആരംഭിച്ചത്. പോലീസിനകത്തും പുറത്തുമുള്ള വിദഗ്ധരായ അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന ക്ലാസ്സിൽ 375ഓളം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് DYSP സുകുമാരൻ അറിയിച്ചു. കഴിഞ്ഞ ഡിസംബർ 11 മുതൽ LD ക്ലർക്കിൻ്റെ പരീക്ഷ നടക്കുന്ന ജൂലൈയിലെ കാര്യത്തിനു വേണ്ടി ഒരു സൗജന്യമായി ഒരു PSC കോച്ചിംഗ് ക്ലാസ് നടത്താൻ തീരുമാനിക്കുകയും കഴിഞ്ഞ ഡിസംബർ 11-ന് അതിൻ്റെ ഉദ്ഘാടനം എയർ ക്യാമ്പിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. ഇതുവരെയായി 375ഓളം ഉദ്യോഗാർത്ഥികൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഭൂരിപക്ഷവും പെൺകുട്ടികളാണ്. ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവർ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും 10 മണി മുതൽ 1 മണി വരെയാണ് ക്ലാസ് ഇവിടെ നടക്കുന്നത്. മാക്സിമം ഒരു 175-200 പേർ എല്ലാ ആഴ്ചയിലും ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. സൗജന്യമായിട്ടാണ് ക്ലാസ് നടക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പോലീസിനെ കൂടാതെ നല്ലൊരു വ്യക്തിത്വമുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. നാട്ടിലെ സമാധാനവും ആഗ്രഹിക്കുന്നവരാണ്. അക്രമത്തിനെതിരെയുള്ള ചിന്തിക്കുന്നവരാണ് ഈ കൂട്ടായ്മയിലുള്ളത്. അത് ഹിന്ദു മുസ്ലിം ക്ലബ്ബുകളും മറ്റുള്ള റെസിഡൻഷ്യൽ അസോസിയേഷനിലും എല്ലാം ഉള്ളൊരു കൂട്ടായ്മയാണ്. നാടിൻ്റെ സമാധാനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവിധ മേഖലകളിലെ വർക്ക് കൊണ്ട് നമുക്ക് അവിടെ എങ്ങനെ സമാധാനം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിൻ്റെ ഫലം നമുക്ക് നാട്ടിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്.
200-ൽ പരം വിദ്യാർത്ഥികൾ ഞായറാഴ്ചകളിൽ സംഘടിപ്പിക്കുന്ന ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്നുണ്ട്. വിജയകരമായി നടപ്പാക്കാൻ സാധിക്കുന്നതിനാൽ ജൂൺ മാസം വരെ ക്ലാസുകൾ നടത്തുവാനാണ് തീരുമാനമെന്ന് സഹൃദയയുടെ ഭാരവാഹി കൃഷ്ണൻ നമ്പൂതിരി അറിയിച്ചു. ഈ ഫെഡറേഷൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജില്ലാ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ജനങ്ങളും ഒത്തൊരുമിച്ച് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ്. അതിൻ്റെ ഭാഗമായി ഈ PSC കോച്ചിങ് ക്ലാസ്സിൽ നമ്മൾ ഏകദേശം 375ഓളം 400-ൻ്റെ അടുത്ത് ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാ ആഴ്ചയും ഏകദേശം ഒരു 150-200 ആ റേഞ്ചിൽ കുട്ടികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ക്ലാസ്സിൻ്റെ ഉപയോഗം എടുക്കുന്നുണ്ട് അവർ. ജില്ലയുടെ സമാധാന അന്തരീക്ഷത്തിനും പുരോഗതിക്കും വർഗീയത തുടച്ചു മാറ്റുന്നതിനുമായി ഐക്യമുള്ള യുവത്വത്തെ സമാഹരിച്ച് ജില്ലാ പോലീസിന്റെ ജനകീയ കൂട്ടായ്മകളുടെ പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പും അംഗീകാരം നേടിയിട്ടുണ്ട്. 100ഓളം പേർ പങ്കെടുക്കുന്ന യോഗ ക്ലാസ്സിന് പുറമെ ഉല്ലാസയാത്രകൾ, വിശേഷ പരിപാടികൾ, പാഠ്യേതര പ്രവർത്തനങ്ങൾ, തൊഴിൽ പദ്ധതികൾ എന്നിവയും സഹൃദയ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂർ നഗരത്തെ വിറപ്പിച്ച പുലി കാസർഗോഡിന്റെയും ഉറക്കം കെടുത്തുന്നു. വനാതിർത്തി പങ്കിടുന്ന ജില്ലയിൽ കാട്ടുതീ പടരുന്നതും വരൾച്ച രൂക്ഷമായതും വന്യജീവികൾ കാടുവിട്ട് നാട്ടിലേക്കിറങ്ങുമെന്ന അധികൃതരുടെ മുന്നറിയിപ്പുമാണ് കാസർഗോഡ് ജില്ലയെയും ഭീതിയിലാക്കുന്നത്. കാടുകളിൽ നിന്ന് കാടുകളിലേക്ക് പടർന്നാളുന്ന കാട്ടുതീയും നൂറ്റാണ്ടിലെ ഏറ്റവും കഠിനമായ വരൾച്ചയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആവാസ വ്യവസ്ഥയെ തകർത്ത് പടരുമ്പോൾ വന്യമൃഗങ്ങൾ കാട് വിട്ട് നാട്ടിലേക്കിറങ്ങി വന്ന മുന്നറിയിപ്പ് യാഥാർത്ഥ്യമാകുന്നതിന്റെ ആദ്യ അലർച്ചയാണ് കഴിഞ്ഞ ദിവസം അയൽ ജില്ലയിൽ കേട്ടത്. വളപട്ടണം പുഴയിലൂടെ കുതിച്ചെത്തിയ പുലി വനാതിർത്തി പങ്കിടുന്ന കാസർഗോഡ് ജില്ലയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത്തവണത്തെ കഠിന വേനലിൽ മലയോരമാകെ കാട്ടുതീ ഭീതിയിലാണ്. കിഴക്കൻ മലയോര മേഖലയിൽ വനങ്ങളും കൃഷിയിടങ്ങളുമെല്ലാം ഇതിനകം കാട്ടുതീ വിഴുങ്ങിക്കഴിഞ്ഞു. രൂക്ഷമായ വരൾച്ചയെ തുടർന്ന് സംസ്ഥാനത്ത് ഇതിനകം തന്നെ 30,000-ലേറെ ഹെക്ടർ കൃഷി നശിക്കുകയും 250 കോടിയോളം രൂപയുടെ നഷ്ടവും ഉണ്ടായതായാണ് റിപ്പോർട്ട്. കൊടും വരൾച്ചയെ തുടർന്ന് വന്യമൃഗങ്ങൾ വെള്ളം തേടി നാട്ടിലേക്കിറങ്ങുന്ന പശ്ചാത്തലത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വനം വകുപ്പ് മന്ത്രി, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. ഉപ്പള ദേശീയപാതയിൽ കാറുകൾ കൂട്ടിയിടിച്ച് ആലമ്പാടി സ്വദേശി മരണപ്പെട്ടു. ആലമ്പാടി ടൗണിലെ അബ്ദുള്ളയുടെ മകൻ അബ്ദുൾ റസാഖാണ് മരിച്ചത്. കസ്റ്റംസ് ഓഫീസർ അടക്കമുള്ളവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉപ്പള റെയിൽവേ ഗേറ്റിന് സമീപം ദേശീയപാതയിലാണ് അപകടം. കോഴിക്കോട് നിന്നും ഹരിയാനയിലേക്ക് പോവുകയായിരുന്ന കാറും മഞ്ചേശ്വരം ഭാഗത്തു നിന്ന് കാസർഗോട്ടേക്ക് വരികയായിരുന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കസ്റ്റംസ് ഓഫീസർ വിപിൻ യാദവിനെയും റസാഖിനെയും നാട്ടുകാർ ചേർന്ന് മംഗലാപുരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ റസാഖിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. സൗദിയിൽ ജോലി ചെയ്യുന്ന റസാഖ് മാസങ്ങൾക്ക് മുമ്പാണ് സഹോദരന്റെ വിവാഹത്തിനായി നാട്ടിലെത്തിയത്. ഗൾഫിലേക്ക് തിരിച്ചു പോകാനിരിക്കെയാണ് അപകടം. കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കാസർഗോഡിന് അനുവദിച്ച പാസ്പോർട്ട് ഓഫീസ് അനന്തമായി വൈകുന്നതിൽ പ്രതിഷേധിച്ച് കേരള പ്രവാസി സംഘം ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തും. മാർച്ച് 8-ന് നടക്കുന്ന പോസ്റ്റ് ഓഫീസ് മാർച്ച് P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലയുടെ ചിരകാല സ്വപ്നമായ പാസ്പോർട്ട് ഓഫീസ് അനുവദിച്ചത് ജില്ലയിൽ ആഘോഷപ്രതീതി ഉളവാക്കിയിരുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഉദ്ഘാടനവും നിശ്ചയിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം ഫണ്ടില്ലെന്ന കാരണത്താൽ ഉദ്ഘാടനം മാറ്റിവെക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രവാസി വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച് കേരളം പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി മാർച്ച് സംഘടിപ്പിക്കുന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന മാർച്ച് രാവിലെ 10 മണിക്ക് P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 28-ന് ആരംഭിക്കേണ്ടത് ചില തടസ്സവാദങ്ങൾ പറഞ്ഞ് ദീർഘിപ്പിക്കുകയാണ്. ഇത് അടിയന്തരമായി അവസാനിപ്പിച്ച് ജില്ലയിൽ അനുവദിക്കപ്പെട്ട സേവാകേന്ദ്രം ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രവാസി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് മാസം 8-ാം തീയതി രാവിലെ 10 മണിക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്രം തുടങ്ങാൻ ഉദ്ദേശിക്കപ്പെട്ട നിർദ്ദിഷ്ട കാസർഗോഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. ഈ മാർച്ചും ധർണയും നമ്മുടെ ജില്ലയിലെ MP ശ്രീ P. കരുണാകരൻ ഉദ്ഘാടനം ചെയ്യും. മാത്രമല്ല, ചിലപ്പോൾ ഒരു സമരം കൊണ്ട് ഒരു ലക്ഷ്യം നേടിയെടുക്കാമെന്നുള്ള ധാരണയൊന്നുമില്ല. ഇത് വൈകിപ്പിച്ചാൽ ഇനിയും നിരന്തരമായ സഹന സമരം ഉൾപ്പെടെയുള്ള പോരാട്ടങ്ങൾക്ക് ജില്ലയിൽ പ്രവാസി സംഘം നേതൃത്വം നൽകും. അതിൻ്റെ തുടർച്ചയെന്ന രീതിയിൽ, അതിൻ്റെ സൂചന എന്ന രീതിയിലാണ് 8-ാം തീയതി ഈ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ പ്രവാസി സംഘം ഭാരവാഹികളായ PK അബ്ദുള്ള, ജലീൽ കാപ്പിൽ, VV കൃഷ്ണൻ, അഷറഫ് മാലി എന്നിവർ പങ്കെടുത്തു.
സംസ്ഥാന ബജറ്റിൽ തൃക്കരിപ്പൂരിന് അർഹിച്ച പരിഗണന ലഭിച്ചുവെന്ന് എം രാജഗോപാലൻ എം.എൽ.എ. തീരദേശ ഹൈവേയിൽ ഏറ്റവും പ്രാധാന്യം ലഭിച്ചുവെന്നും എം.എൽ.എ. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിന് അർഹമായ പരിഗണന സംസ്ഥാന ബജറ്റിൽ ലഭിച്ചു എന്ന് തന്നെയാണ് എം രാജഗോപാലൻ എം.എൽ.എ. പറഞ്ഞത്. ബജറ്റിനെ കുറിച്ചുള്ള പ്രതികരണം ആരാഞ്ഞപ്പോഴാണ് ഈ മറുപടി ലഭിച്ചത്. വലിയപറമ്പ, ഈസ്റ്റളേരി, വെസ്റ്റളേരി പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന റോഡ് തീരദേശത്തിന്റെയും മലനാടിന്റെയും ഇടനാഴിയായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. മലയോര തീരദേശ ഹൈവേക്ക് 40 കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത്. നമുക്ക് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ തീരദേശ ഹൈവേ 6500 കോടി രൂപയാണ് സർക്കാർ ഇതിനു വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. തീരദേശ ഹൈവേ സാക്ഷാത്കരിച്ചാൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് നമ്മുടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ തീരദേശവാസികളാണ്. പ്രത്യേകിച്ച് വലിയോറമ്പ് പഞ്ചായത്താണ്. ആ വലിയോറമ്പ് പഞ്ചായത്തിനാകെ ഒരു സമഗ്രമായ വികസനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ഒരു പ്രയോജനം ഈ തീരദേശ വികസന പദ്ധതിയിലൂടെ കിട്ടും. അപ്പോൾ ആ തീരദേശ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉള്ള നേട്ടം നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അതുപോലെ മലയോര പാത, മലയോര ഹൈവേക്ക് മതിയായ തുക ഈ ബജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ട്. മലയോര ഹൈവേ സാക്ഷാത്കരിക്കപ്പെട്ടാൽ നമ്മുടെ മണ്ഡലത്തിൽ വെസ്റ്റളേരി, ഈസ്റ്റളേരി പഞ്ചായത്ത് അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കിലോമീറ്റർ കണക്കിന് റോഡ് വളരെ സുഖമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത. മറ്റൊന്ന്, സാംസ്കാരിക രംഗത്ത് സ്വാതന്ത്ര്യ സമര സേനാനികൾ കൂടിയായിട്ടുള്ള കയ്യൂർ സമര സേനാനികളുടെ പ്രോജ്വലമായ സ്മരണകൾ ഇരമ്പുന്ന കയ്യൂരിൽ, അവിടെ കയ്യൂർ ഇപ്പോൾ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റുകളെ സംബന്ധിച്ചൊരു സന്ദർശന കേന്ദ്രം കൂടിയാണ്. ആ കയ്യൂരിലെ ഹൃദയഭാഗത്ത് തന്നെ ഒരു ചരിത്ര മ്യൂസിയം സ്ഥാപിക്കുന്നതിന് വേണ്ടി സർക്കാർ ഈ ബജറ്റിൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രഖ്യാപനമാണ്. നിലേശ്വരം രാജ റോഡ് വികസനവും കച്ചേരിക്കടവ് പാലവും നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റും. ചെറുവത്തൂർ ചിറ്റാരിക്കാൽ റോഡും കയ്യൂർ ചെമ്പ്രകാനം ആലന്തട്ട റോഡും വികസന കുതിപ്പാകുമ്പോൾ പിലിക്കോട് കുട്ടമ്പത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈടെക്കായും മാറും. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്നേഹസ്പർശം നൽകുന്നതാണ് ബജറ്റ് എന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. നിലേശ്വരം രാജ റോഡിന്റെ വികസനത്തിനും കച്ചേരിക്കടവ് പാല നിർമ്മാണത്തിനും 40 കോടി രൂപ അനുവദിച്ചതിൽ സംതൃപ്തനാണ് നിലേശ്വരം നഗരസഭാ അധ്യക്ഷനായ പ്രൊഫസർ കെ.പി. ജയരാജൻ. രാജ റോഡ് വികസനം നഗരസഭയുടെ സ്വപ്ന പദ്ധതിയാണ്. നഗരത്തിലേക്കുള്ള ബൈപ്പാസ് റോഡായി ഉപയോഗിക്കാൻ പര്യാപ്തമാണ് നിർദ്ദിഷ്ട കച്ചേരിക്കടവ് പാലം. നഗരസഭ പ്രമേയം വഴി ആവശ്യപ്പെടുകയും എം രാജഗോപാലൻ എം.എൽ.എ. മുഖേന ധനവകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്ത കാര്യവും ജയരാജൻ അനുസ്മരിച്ചു. പൈക്കം മണവാട്ടി ബി.വി. മഖാം ഉറൂസിന് ഭക്തിനിർഭരമായ സമാപന സമ്മേളനം മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഉറൂസിനോടനുബന്ധിച്ച് അന്നദാനവും സംഘടിപ്പിച്ചു. ഫെബ്രുവരി 25-ന് ആരംഭിച്ച പൈക്കം മണവാട്ടി ബി.വി. ഉറൂസിന് സമാപനമായി. കഴിഞ്ഞ 9 ദിവസങ്ങളിലായി നടന്ന ഉറൂസിന് സാക്ഷികളാകാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നത്. പ്രമുഖ മതപണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളടക്കം പ്രത്യേക പ്രാർത്ഥനകളും ഉറൂസിന്റെ ഭാഗമായി നടന്നു. കഴിഞ്ഞ ദിവസം നടന്ന സമാപന സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് തങ്ങൾ മദനി അധ്യക്ഷത വഹിച്ചു. കുമ്മാനം നിസാമുദ്ദീൻ അസ്ഹരിയുടെ നേതൃത്വത്തിൽ പ്രഭാഷണവും സംഘടിപ്പിച്ചു. കോഴിക്കോട് ഖാസി മുഹമ്മദ് കോയ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഉറൂസിന്റെ ഭാഗമായി ആയിരക്കണക്കിന് ആൾക്കാർക്കുള്ള അന്നദാനവും നടന്നു. കായിക പ്രേമികളെ ആവേശത്തിലാഴ്ത്തി സെവൻസ് അണ്ടർ ആം ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കേളുകുന്ന തേജസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് മത്സരം സംഘടിപ്പിച്ചത്. പരസ്പരം പോരടിച്ച് നോക്കിപ്പേടിപ്പിച്ചും ഒക്കെ നിൽക്കുന്ന ഒരു നാട്. അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് നിങ്ങൾ പർദ്ദ മുസ്ലിം സ്ത്രീകളും ഹിന്ദു സ്ത്രീകളും ഹിന്ദു പുരുഷന്മാരും മുസ്ലിമും ഒക്കെ നിൽക്കുന്ന ഈ കേളുകുന്നിൽ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതാണ് നമുക്ക് ആവശ്യം, പരസ്പര കൂട്ടായ്മ. അതാണ് ഒരു നാടിന് ആവശ്യം. കഴിഞ്ഞ ദിവസമാണ് ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിലാഴ്ത്തി കേളുകുന്ന് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സെവൻസ് അണ്ടർ ആം ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഫ്ലഡ് ലൈറ്റിലായിരുന്നു മത്സരങ്ങൾ നടന്നത്. ഡിവൈഎസ്പി എം.വി. സുകുമാരൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കാസർഗോഡ് CI അബ്ദുൾ റഹീം, മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ്, DCA പ്രസിഡന്റ് ഹാരിസ് ചൂരി, ഡോക്ടർ ബാലകൃഷ്ണൻ V, വാർഡ് മെമ്പർ ശ്രീധരൻ എന്നിവർ സംബന്ധിച്ചു. വൈകിട്ടോടെ ആരംഭിച്ച മത്സരം പുലർച്ചെ വരെ നീണ്ടുനിന്നു. ഉദ്യാവാര ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞു. പരിക്കേറ്റ കാസർഗോഡ് സ്വദേശികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മംഗലാപുരത്ത് നിന്ന് മീനുമായി വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഉദ്യാവാര 10-ാം മൈൽ ദേശീയപാതയിലാണ് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞത്. മംഗലാപുരത്തെ മൽപ്പയിൽ നിന്നും മീൻ കൊണ്ടുവരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവറുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. ലോറിയിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റു. കാസർഗോഡ് പൈക്ക സ്വദേശി നിയാസ്, റിയാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാർ ചേർന്ന് കാസർഗോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കർണാടകയിൽ നിന്നും അനധികൃതമായി മണൽ കടത്തുകയായിരുന്ന 7 ലോറികൾ പിടിച്ചെടുത്തു. മഞ്ചേശ്വരം പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ലോറികൾ പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രി കർണാടകത്തിൽ നിന്നും അനധികൃതമായി മണൽ കടത്തുകയായിരുന്ന 7 ലോറികളാണ് ഹൊസങ്കടിയിൽ വെച്ച് മഞ്ചേശ്വരം പോലീസിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തത്. ലോറി ഡ്രൈവർമാരായ തമിഴ്നാട് തൃച്ചി സ്വദേശികളായ ധനശേഖരൻ, ശശികുമാർ, കൊയിലാണ്ടിയിലെ മുഹമ്മദ് ഇജാസ്, കർണാടക ബണ്ടോൾ സ്വദേശികളായ റഫീഖ് പുത്തൂർ, ഉമ്മർ ഫറൂഖ്, പ്രശാന്ത് തുടങ്ങിയവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിച്ചെടുത്ത ലോറികളിൽ 5 കർണാടക രജിസ്ട്രേഷനും 2 തമിഴ്നാട് രജിസ്ട്രേഷനുമെന്നാണ് സൂചന. ഗുണ്ടാ സംഘങ്ങൾക്കും കൊട്ടേഷൻ സംഘങ്ങൾക്കും എതിരെ ക്യാമ്പയിനുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടന്നു. കേരളത്തിലെ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഗുണ്ടാ സംഘങ്ങൾ പിന്തുണ അറിയിച്ചതോടെയാണ് ഇത്തരം സംഘങ്ങൾക്കെതിരെ ക്യാമ്പയിൻ നടത്താൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചത്. സംസ്ഥാന വ്യാപകമായി പ്രകടനങ്ങൾ നടത്താനാണ് തീരുമാനം. ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കേരള സംസ്ഥാനത്താകെ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ഈ നിലയിലുള്ള പ്രകടനങ്ങൾ നടന്നു വരികയാണ്. പുതിയ കാലത്ത് നമ്മുടെ നാടിനെ അരാജകത്വത്തിൻ്റെ ഒരു താവളമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളാണ് നമ്മുടെ നാടിനകത്ത് നിന്ന് നടന്നു വരുന്നത്. ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ ഏതെങ്കിലും ഒരു ക്രിമിനൽ ഇടപെടൽ നടത്തുമ്പോൾ അതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് പിടികൂടി ശിക്ഷിച്ച് ആ ക്രിമിനലിനെ നേരായ വഴിക്ക് നടത്തിപ്പിക്കുന്നതിനാവശ്യമായ നിലയിലുള്ള ഒരു സമീപനം സ്വീകരിക്കേണ്ടത് ഇവിടുത്തെ പോലീസാണ്. കാഞ്ഞങ്ങാട് നടന്ന പ്രതിഷേധ പ്രകടനത്തിന് PK നിശാന്ത്, രതീഷ് നെല്ലിക്കാട്ട്, VP പ്രശാന്ത്, V ഗിനീഷ്, വിപിൻ ബല്ലത്ത്, M സേതു തുടങ്ങിയവർ നേതൃത്വമേകി. ജനസൗഹൃദ പോലീസ് ജില്ലാതല പ്രഖ്യാപനം കാഞ്ഞങ്ങാട്ട് നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ഹാളിൽ മന്ത്രി E ചന്ദ്രശേഖരൻ പ്രഖ്യാപനം നിർവഹിച്ചു. പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് 10 വർഷം മുമ്പ് തുടങ്ങിവെച്ച ആശയത്തിന്റെ വിപുലീകരണമാണ് ജനസൗഹൃദ പോലീസ് എന്ന പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ജനങ്ങൾ പോലീസാണ്, പോലീസ് ജനങ്ങളും എന്ന ആശയവുമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പോലീസിന്റെ പ്രവർത്തനം കാലോചിതമായി പരിഷ്കരിക്കുകയെന്ന ലക്ഷ്യവുമായിട്ടാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. നിയമത്തിന്റെ സേവകരായി പോലീസ് മാറുകയെന്ന ലക്ഷ്യമാണ് ജനസൗഹൃദ പോലീസിനുള്ളത്. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ജനസൗഹൃദ പോലീസ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ സർക്കാരിന്റെ സമീപനവും നയവും ജനപക്ഷമാണ്. ജനങ്ങളോട് സൗഹൃദപൂർണമായ സമീപനം സ്വീകരിക്കാനാണ് സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. ജനസേവനമാണ് അതിൻ്റെ ലക്ഷ്യം. ഞാനും സർക്കാർ ജീവനക്കാരായി ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളും ശമ്പളം പറ്റുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയല്ല. അത് ആദ്യത്തെ പരിഗണനയിൽ നമ്മുടെ മുമ്പിലുണ്ടാകും. അത്തരമൊരു സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറ്റം ചെയ്തവരെ കണ്ടെത്തിയാൽ അവരെ തീർച്ചയായും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ് നമ്മൾ വേണ്ടത്. M രാജഗോപാലൻ MLA അധ്യക്ഷനായി. ജില്ലാ പോലീസ് മേധാവി KG സൈമൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചലച്ചിത്ര സീരിയൽ നടി ശ്രീകല, തിരക്കഥാകൃത്ത് ശ്രീജിത്ത് പലേരി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ക്ലബ്ബുകളുടെ വാട്സപ്പ് കൂട്ടായ്മ യുവ KGDയുടെ ലോഗോ പ്രകാശനം നിർവഹിച്ചു. പഠിതാക്കൾക്കുള്ള പഠനോപകരണങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ വിതരണം ചെയ്തു. C പ്രഭാകരൻ, P ദാമോദരൻ, ബാബു പെരിങ്ങോത്ത്, P രവീന്ദ്രൻ, CH റംഷീദ്, DYSP K ദാമോദരൻ, നോഡൽ ഓഫീസർ സിനി ഡെന്നീസ് എന്നിവർ സംസാരിച്ചു. യൂത്ത് പാർലമെന്റിൽ ജില്ലയിൽ 1ാം സ്ഥാനം കുമ്പളപ്പള്ളി കരിമ്പിൽ ഹൈസ്കൂളിന്. ഇത് 2ാം തവണയാണ് വിദ്യാലയം ജില്ലയിൽ 1ാമതാകുന്നത്. പോയ വർഷം സംസ്ഥാന തലത്തിൽ 6ാം സ്ഥാനത്തെത്തിയിരുന്നു. തിരുവനന്തപുരം ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് നടത്തിയ യൂത്ത് പാർലമെന്റ് മത്സരത്തിലാണ് കുമ്പളപ്പള്ളി കരിമ്പിൽ ഹൈസ്കൂൾ ഒരിക്കൽ കൂടി ജില്ലയിൽ 1ാമതായത്. കേന്ദ്ര പാർലമെന്റിൽ നടത്താറുള്ള രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം, അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ, അടിയന്തര പ്രമേയം, ബില്ല് അവതരണം, ബിൽ പാസാക്കൽ എന്നീ 11 ഇനങ്ങൾ യൂത്ത് പാർലമെന്റിൽ കരിമ്പിൽ ഹൈസ്കൂളിന്റെ കുട്ടികൾ അവതരിപ്പിച്ചിരുന്നു. സ്പീക്കറായി പങ്കെടുത്ത ആവണി പവിത്രനെ ജില്ലയിലെ മികച്ച പാർലമെന്റേറിയനായും തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് അപ്പിന രാജൻ, പ്രധാനമന്ത്രി അഞ്ജന സുധാകരൻ, പ്രതിപക്ഷ നേതാവ് അനുഷ സുഗതൻ, പ്രതിപക്ഷാംഗം B ഫാത്തിമ എന്നിവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. സ്കൂൾ അധ്യാപകനായ മോഹനസുന്ദരനാണ് കുട്ടികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കരച്ചിൽ സമരത്തിലൂടെ തലസ്ഥാന നഗരിയെ അമ്പരിപ്പിച്ച കാസർഗോഡ് നിന്ന് വ്യത്യസ്തമായൊരു സമരമുറ കൂടി. ബജറ്റിൽ മെഡിക്കൽ കോളേജിന് ഫണ്ട് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് GHM കൂട്ടായ്മയുടെ ഭിക്ഷയെടുക്കൽ സമരം.
നീതി നിർവഹണം നടപ്പാക്കുന്നതോടൊപ്പം മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് കാസർഗോഡ് ജില്ലാ പോലീസ് നേതൃത്വം. സൗജന്യ PSC കോച്ചിംഗ് അടക്കം നിരവധി പദ്ധതികളുമായി ജില്ലയിൽ പോലീസിന്റെ ജനകീയ മുഖം. കാസർഗോഡിന്റെ കിഴക്കൻ മേഖലയിൽ കാട്ടുതീ പടരുന്നു. രൂക്ഷമായ വരൾച്ചയിൽ കോടികളുടെ കൃഷിനാശം. വന്യജീവികൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങുമെന്നും ഭീതി. നഗരത്തെ നടുക്കി വീണ്ടും വാഹനാപകടം. ഉപ്പളയിൽ നടന്ന വാഹനാപകടത്തിൽ ആലമ്പാടി സ്വദേശി അബ്ദുൾ റസാഖ് മരണപ്പെട്ടു. പാസ്പോർട്ട് ഓഫീസ് സ്വപ്ന പദ്ധതിയായി ഒതുങ്ങുമോ? മാർച്ച് 8-ന് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിനൊരുങ്ങി പ്രവാസി സംഘം. ബജറ്റിൽ അർഹിച്ച പരിഗണന നേടി തൃക്കരിപ്പൂർ. തീരദേശ ഹൈവേയിൽ പ്രാധാന്യം ലഭിച്ചുവെന്ന് M രാജഗോപാലൻ MLA. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.